നമസ്കാരം. അടിമുടി തട്ടിപ്പുമായ ഒരു ഗിന്നസ് വിവാദത്തിന് ശേഷം ആ ഗിന്നസ് റെക്കോർഡുമായി നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി. കൊച്ചി വിമാനത്താവളത്തിലെ പോലീസുകാരുടെ മുന്നിലൂടെ തന്നെയാണ് നടി അമേരിക്കയ്ക്ക് മടങ്ങിയത്. MLA ഉമാ തോമസിന് അപകടമുണ്ടായതുമായി ബന്ധപ്പെട്ട് ദിവ്യ ഉണ്ണിക്കെതിരെയും ആരോപണമുയരുകയുണ്ടായി. കേസിൽ അന്വേഷണം ദിവ്യ ഉണ്ണിയിലേക്കും കടന്നിരുന്നു. ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുന്നതും പരിഗണനയിൽ ഉണ്ടായിരുന്നു. സാമ്പത്തിക തട്ടിപ്പടക്കം ചർച്ചകളിൽ എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ദിവ്യ ഉണ്ണിയും ജാമ്യമില്ലാ കേസിൽ പ്രതിയാകാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു അറിവ്. കേസിൽ മൃദംഗ വിഷനെതിരെയും ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെതിരെയും ജാമ്യമില്ലാ വകുപ്പിലാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ദിവ്യ ഉണ്ണിയെ പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ പഴുതുപയോഗിച്ചാണ് അമേരിക്കയിലേക്കുള്ള ദിവ്യയുടെ മടക്കം. ഇതോടെ ഈ കേസിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാനുള്ള കുരുക്കുകൾ പോലീസിന് കൂടി. കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ദിവ്യ ഉണ്ണി പോയത് എന്നാണ് ആരോപണം. എന്നാൽ വളരെ മുൻപ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നുവെന്നും മുൻ നിശ്ചയിച്ച പ്രകാരമാണ് യാത്ര എന്നും ദിവ്യ ഉണ്ണിയുമായി അടുത്ത് ബന്ധമുള്ള കേന്ദ്രങ്ങൾ പറയുന്നു. ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നടന്ന കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്നും വീണ് ഉമാ തോമസിന് പരിക്കേറ്റ സംഭവത്തിൽ വിവാദം തുടരുന്നതിനിടെയാണ് ദിവ്യ ഉണ്ണിയുടെ ഈ അമേരിക്കൻ യാത്ര. ഇന്നലെ രാത്രി 11:30 കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങിയത്. സിംഗപ്പൂർ വഴിയാണ് ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയത്. കലൂരിലെ നൃത്ത പരിപാടിയിലെടുത്ത കേസിൽ ദിവ്യ ഉണ്ണിക്ക് പോലീസ് നോട്ടീസ് നൽകുമെന്ന വിവരങ്ങൾക്കിടെയാണ് നടിയുടെ മടക്കം. ദീർഘനാളായി അമേരിക്കയിൽ സ്ഥിരതാമസമാണ് ദിവ്യ ഉണ്ണി. ഈ പരിപാടിക്ക് വേണ്ടി മാത്രമായാണ് എത്തിയത് എന്നാണ് സൂചന. 12,000 നർത്തകർ ഡാൻസ് ചെയ്തുവെങ്കിലും ആ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിയത് ദിവ്യ ഉണ്ണി മാത്രമാണ്. ഇതിൽ വ്യാപകമായ പ്രതിഷേധമുണ്ട്. നർത്തകർ 4,000 രൂപയ്ക്ക് മുകളിൽ നൽകിയാണ് പരിപാടിയുടെ ഭാഗമായത്. അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുമില്ല. ദിവ്യ ഉണ്ണി പണം വാങ്ങിയാണ് പരിപാടിയുടെ ഭാഗമായത് എന്നാണ് സൂചന. അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ടും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് അടക്കം സംഘാടകരിൽ നിന്നും വാങ്ങിയെന്നും സൂചനയുണ്ട്. അമേരിക്കയിലാണ് ദിവ്യ ഉണ്ണി സ്ഥിരതാമസമെന്ന് കേരളത്തിലെ ഒട്ടുമിക്ക പേർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുമെന്നതും വ്യക്തമായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കേസിൽ പ്രതിയാക്കാനോ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാനോ ഒന്നും പോലീസ് തയ്യാറായതുമില്ല. കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിയിലെ സുരക്ഷാ വീഴ്ചകൾ ദിവ്യ ഉണ്ണിയെയും വിളിച്ച് അറിയിച്ചിരുന്നു. എന്നാൽ അവരോട് വലിയ മോശമായിട്ടാണ് ദിവ്യ ഉണ്ണി സംസാരിച്ചത് എന്നും ആരോപണം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ദിവ്യ ഉണ്ണിയുടെ സംഘാടനത്തിലെ ഇടപെടലിൽ പലവിധ സംശയങ്ങളാണ് ഉയർന്നു വന്നത്. ഇത് ദൂരീകരിക്കാനുള്ള അവസരമാണ് ദിവ്യ ഉണ്ണിയുടെ അമേരിക്കയിലേക്കുള്ള പോക്കിലൂടെ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകാൻ വൈകിയത് പോലും നടിയെ രക്ഷിക്കാനുള്ള തന്ത്രമാണ് എന്ന ആരോപണവും സജീവമാകുന്നു. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് കുപ്രചരണങ്ങളാണ് എന്ന് സംഘാടകരായ മൃദംഗ വിഷൻ പ്രൊപ്പറേറ്റർ നികോഷ് കുമാർ പറഞ്ഞിരുന്നു. പരിപാടിക്കിടെ ഉമാ തോമസ് MLAക്കുണ്ടായ അപകടത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. എല്ലാ അനുമതിയും വാങ്ങിക്കൊണ്ടാണ് പരിപാടി നടത്തിയത്. കുട്ടികളിൽ നിന്ന് സാരിക്ക് 1,600 രൂപ വാങ്ങിയിട്ടില്ല. 390 രൂപ മാത്രമാണ് ഈടാക്കിയത് എന്നും നികോഷ് കുമാർ പറഞ്ഞു. നിർഭാഗ്യവശാൽ അവിടെ MLAക്കൊരു അപകടം സംഭവിച്ചു. അതിൽ ഖേദിക്കുന്നു. എന്നാൽ 12,000 കുടുംബങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് വിമാനങ്ങളിലടക്കം എത്തിയവരുണ്ട്. അവരെ മടക്കി അയക്കാൻ കഴിയുമായിരുന്നില്ല. കമ്പനിക്ക് ഭീമമായ തുക നഷ്ടം വരും. അതുകൊണ്ടാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പരിപാടി മാത്രം പൂർത്തിയാക്കിയത്. ഇതിനുശേഷം 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഷോയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അത് ഉപേക്ഷിച്ചു. 3/4 മണിക്കൂർ കൊണ്ട് പരിപാടി അവസാനിപ്പിച്ചുവെന്നും നികോഷ് കുമാർ പറഞ്ഞു. ഓരോ കുട്ടികൾക്കും വ്യക്തിപരമായി ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അത് മൃദംഗയും ഗിന്നസും തമ്മിലുള്ള കരാറാണ്. 2 മാസമാണ് ഇതിനുള്ള പ്രോസസ്സിംഗ് സമയം എടുക്കുക. ഗിന്നസ് റെക്കോർഡിനെ കുറിച്ച് അറിയാത്തവരാണ് അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും പറഞ്ഞിരുന്നു. ഞങ്ങൾക്കെതിരെ വരുന്നത് വ്യാജ ആരോപണങ്ങളാണ്. എല്ലാ പണ ഇടപാടുകളും നടക്കുന്നത് ബാങ്ക് വഴിയാണ്. 3.5 കോടി രൂപയാണ് സമാഹരിച്ചിട്ടുള്ളത്. കുട്ടികളുടെ കൂടി 10 ലക്ഷത്തോളം ചിലവായിട്ടുണ്ട്. 24 ലക്ഷം രൂപ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് കൈമാറി. GST കഴിച്ചുള്ള കണക്കാണ് 3.56 കോടി രൂപ. 1 രൂപ പോലും സാരി ഇനത്തിൽ അധികമായി വാങ്ങിയിട്ടില്ല. GST കഴിച്ച് ഒരാളിൽ നിന്ന് 2,900 വാങ്ങി. അതിൽ സാരിയുടെ 390 രൂപയും ഉൾപ്പെടുന്നു.
1600 രൂപ വാങ്ങിയ കണക്ക് ഞങ്ങൾക്ക് അറിയില്ല. ടീച്ചർമാരാണ് അത് കൈകാര്യം ചെയ്തത്. 500 ടീച്ചർമാരാണ് ഉണ്ടായിരുന്നത്. 3500 രൂപ ഞങ്ങളിലേക്ക് ഓൺലൈനായി അടയ്ക്കുകയായിരുന്നു. 3500 രൂപ ഞങ്ങളിലേക്ക് ഓൺലൈനായി അയക്കുക എന്നതായിരുന്നു ടീച്ചർമാരുടെ ഉത്തരവാദിത്വം. കൊറിയോഗ്രാഫി ചെയ്ത 2 നൃത്ത ഇനങ്ങൾ ഉൾപ്പെടുത്തിയ സിഡിയും സാരിയുമായിരുന്നു നൽകാമെന്നേറ്റിരുന്നത്. അവിടെ എത്തുന്നവർക്കുള്ള സ്നാക്സും വെള്ളവും ഫ്രൂട്ടിയും മാത്രം നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. അതെല്ലാം തന്നെ നൽകിയിരുന്നു. വ്യക്തിപരമായി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് 4500 രൂപയാണ് ഈടാക്കിയത്. 145 പേരാണ് ഇത്തരത്തിൽ വ്യക്തിപരമായി രജിസ്റ്റർ ചെയ്തത്. ദിവ്യ ഉണ്ണി അടക്കമുള്ള കലാകാരികൾ പ്രതിഫലം വാങ്ങിയാണ് എത്തിയത്. പ്രതിഫല തുകയേക്കാൾ കലയോടുള്ള താല്പര്യമാണ് ദിവ്യ ഉണ്ണിയെ ഇത്തരമൊരു പരിപാടിയിലേക്ക് ആകർഷിച്ചത്. പോലീസ് സുരക്ഷയുടെ മേൽനോട്ടം മറ്റൊരാൾക്കായിരുന്നു. എത്ര പോലീസ് ഉണ്ടായിരുന്നുവെന്ന് അറിയില്ല. മതിയായ ആളുണ്ടായിരുന്നുവെന്നാണ് കരുതുന്നത്. അവരുടെ കൂടി സഹായത്തോടു കൂടിയാണ് പരിപാടി ഭംഗിയായി നടന്നത് എന്നും നികോഷ് കുമാർ കൂട്ടിച്ചേർത്തു. ഈ വിശദീകരണത്തിലും നിരവധി പൊരുത്തക്കേടുകളാണ് നിലനിൽക്കുന്നത്. എന്തായാലും ദിവ്യ ഉണ്ണി രാജ്യം വിട്ടതോടുകൂടി ഈ കേസിന്റെ അടുത്ത നടപടി എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.